അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് 4 മലക്കുകൾ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 4 മലക്കുകൾ കടന്നു വന്നു. ഒന്നാമതായി കടന്നു വന്ന മലക്ക് ഏതെന്നറിയുമോ? മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്താ പറയാനുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാ, യാ റസൂലല്ലാഹ്, من صلى عليك في كل يوم 10 مرات. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവിലെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് നാളെ ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് പറന്നു പോകുന്ന വിഭാഗം ആരെന്നറിയുമോ? അത് നിസ്കരിക്കുന്നവനല്ല, അത് ഖുർആൻ ഓതുന്നവനല്ല, തലകുത്തിക്കടന്ന് സുജൂദ് ചെയ്യുന്നവനല്ല, രാവും പകലും നടന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ട് നടക്കുന്നവനല്ല. നാളെ പടച്ചവന്റെ പരലോകത്ത് സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സ്വർഗമെന്ന അനുഗ്രഹത്തിന്റെ നടുവിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ ഭാഗ്യവാൻ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ദിവസവും മുടങ്ങാതെ അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മുടങ്ങാതെ 10 പ്രാവശ്യം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മുടങ്ങാതെ 10 സ്വലാത്ത് പറഞ്ഞാൽ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ചവന്റെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ സലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മുടങ്ങാതെ എവിടെ വെച്ചാകട്ടെ, പള്ളിക്കകത്താകട്ടെ, റോഡിലിരുന്നാകട്ടെ, കടക്കകത്തിരുന്നാകട്ടെ, വാഹനത്തിനകത്തിരുന്നാകട്ടെ, മീൻ വെട്ടുന്ന സമയത്താകട്ടെ, എന്റെ പ്രിയമുള്ള പെങ്ങളെ ചോറ് വെക്കുന്ന സമയത്താകട്ടെ, എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മുടങ്ങാതെ 10 സ്വലാത്ത് പറഞ്ഞാൽ നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലേക്ക് നീ കാലെടുത്ത് വെച്ചാൽ, യാ റസൂലല്ലാഹ്, ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, നാളെ ഈ 10 സ്വലാത്ത് പറഞ്ഞ മനുഷ്യൻ ആ നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്തിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ, അനാഹിദം ബിയദിഹി വയമുറു അലാ സിറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും 10 സ്വലാത്ത് പറയുന്ന മനുഷ്യർ സിറാത്തിന്റെ മുകളിൽ കാലെടുത്ത് വെക്കുമ്പോ ജിബ്രീൽ എന്ന മലക്കുണ്ടല്ലോ, ജിബ്രീൽ എന്ന മലക്കുണ്ടല്ലോ, അനാഹിദം ബിയദിഹി, അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്, സലാത്ത് പറഞ്ഞവന്റെ കയ്യിൽ പിടിച്ചിട്ട്, അനാഹിദം ബിയദിഹി വയമുറു അലാ സിറാത്ത്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ 10 സ്വലാത്ത്, 10 സ്വലാത്ത് നാളെ അല്ലാഹുവിന്റെ നരകത്തിന്റെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന പാലത്തിൽ കൈവെക്കുമ്പോ, അല്ലാഹുവേ, അവന്റെ കാലെടുത്ത് വെക്കുമ്പോ ജിബ്രീൽ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്.
ഹദീസ് പരിപൂർണമായി പറയാം. രണ്ടാമതായി വന്ന മലക്കേതെന്നറിയുവോ? എല്ലാവർക്കും റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് പറയാൻ മടിയാ. നബിദിനം വരുമ്പോ മാത്രം സ്നേഹിച്ചാ പോരാ. നബിദിനം വരുമ്പോ മാത്രം സ്നേഹിക്കാനുള്ളതല്ല. അള്ളാന്റെ റസൂലിന്റെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് രണ്ടാമതായി കടന്നു വന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന മലക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അസ്റായീൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, മൻ സല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ, അങ്ങയുടെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് മുടങ്ങാതെ എല്ലാ ദിവസവും 10 സ്വലാത്ത് പറഞ്ഞാൽ അവന്റെ മരണം എങ്ങനെയെന്നറിയുമോ? അസ്റായീൽ പറഞ്ഞു കൊടുക്കുകയാണ്, അന അഖ്ബില റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ 10 സ്വലാത്ത് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, വല്ലാത്ത വേദനയാണല്ലോ, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ. കിടപ്പിൽ കിടന്ന് മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ടല്ലോ. അള്ളാന്റെ റസൂലിനോട് മലക്കുൽ മൗത്ത് പറയുന്നു, നബിയേ, അങ്ങയുടെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യര് 10 സ്വലാത്ത് മുടങ്ങാതെ പറഞ്ഞാൽ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, ഔലിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, ആലിമീങ്ങളുടെ റൂഹ് പിടിച്ചതുപോലെ അവന്റെ റൂഹ് ഞാൻ പിടിക്കും നബിയേ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിന്റെ മരണവേദന കുറച്ചു തരികയാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള്, നിനക്ക് മരണവേദന അറിയാമല്ലോ, അതാ നീ പ്രസവിച്ചവനാണല്ലോ. നാവ് കൊണ്ടെപ്പോഴും പറയും, അള്ളാഹുവേ, പ്രസവ വേദന വല്ലാത്ത വേദനയാ, അത് മരണത്തിന്റെ വേദനയാ. പെങ്ങളെ, പ്രസവത്തിന് ഇത്ര വേദനയുണ്ടെങ്കിൽ മരണത്തിനത്ര വേദനയുണ്ടാകും പൊന്നുമോളെ. ആ മരണവേദന നിനക്ക് അള്ളാഹു കുറച്ചു തരണോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ആ പ്രവാചകന്റെ പേരിൽ 10 സ്വലാത്ത് പറയുന്ന മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലവാ. മൂന്നാമതായി വന്ന മലക്കേതെന്നറിയുമോ? മീകായിൽ അലൈഹിസ്സലാം അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ കടന്നു വരികയാ. മീകായിൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കാലാഹുവേ തലച്ചറ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ പോകുന്നത് എങ്ങനെയെന്നറിയുമോ? പട്ടിയുടെയും അമ്മിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താനങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്നും കുഷ്ഠരോഗിയെ പോലെ ഉഹുദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്തേക്ക് 41 വിഭാഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു വരികയാണ്. വെച്ചിരിക്കുന്ന കാലി ചലിപ്പിക്കാൻ കഴിയില്ലല്ലോ. വല്ലാത്ത ചൂടുള്ള ദിവസം, വല്ലാത്ത ദാഹമുള്ള ദിവസം അള്ളാഹുവിന്റെ റസൂലിനോട് മീകായിൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ
അവൻ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അനാസ്കീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞ മനുഷ്യര് ഹൗദുൽ കൗസറിലെ വെള്ളം ഞാൻ കുടിപ്പിക്കും നബിയേ, ഹൗദുൽ കൗസറിലെ വെള്ളം അനാസ്കീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, ഹൗദുൽ കൗസറിലെ വെള്ളം ഞാൻ അവനെ കുടിപ്പിക്കും നബിയേ. നാലാമതായി വന്ന മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം, സൂറന്ന കാഹളത്തിൽ ഊതുന്ന ഇസ്രാഫീൽ എന്ന മലക്ക് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് പറഞ്ഞാൽ, എന്തു മറന്നാലും മറക്കല്ലേ ചെറുപ്പക്കാരാ, എന്തു മറന്നാലും മറക്കല്ലേ പൊന്നുമോളെ. ഇസ്രാഫീൽ എന്ന മലക്ക് പറയുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് റസൂലുള്ളാഹിയുടെ പേരിൽ മുടങ്ങാതെ ആ നബിയോടുള്ള മഹബത്തിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവര്, നീ നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ ഒരു മലക്ക് അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ്, അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ഇസ്രാഫീൽ എന്ന മലക്ക് അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ്, റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹു പറയുന്നു, എഴുന്നേക്ക് ഇസ്രാഫീൽ, എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? പടച്ചവനെ ഞാൻ തല ഉയർത്തില്ല പടച്ചവര്, ഞാൻ തല ഉയർത്തില്ല പടച്ചവര്. ഈ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഈ സലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ഇവന്റെ പാവങ്ങൾ പുറത്തു കൊടുക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല അല്ലാ. നാളെ പടച്ചവന്റെ പരലോകത്ത് നിനക്ക് സ്വർഗം വരുന്നത് വരെ, നിനക്ക് സ്വർഗം കിട്ടുന്നത് വരെ ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദിൽ കടന്ന് കരയുമെന്ന് പറയുമ്പോൾ പാദാത്തി ഒരുമിച്ച് കൂടിയ പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, നിന്റെ പൊന്നുമോനുണ്ടല്ലോ, നീ നിന്റെ ആയുസ് മുഴുവനും ചിലവഴിച്ചിട്ട് നീ പട്ടിണി കിടത്തിട്ട്, നീ പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന നിന്റെ മക്കളുണ്ടല്ലോ, അവര് നാളെ പടച്ചവനോട് പറയുന്നത് എന്തെന്നറിയുമോ? നരകത്തെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ, നരകത്തിന്റെ ആഴം കാണുമ്പോ, നരകത്തിന്റെ തീ കാണുമ്പോ സ്വന്തം മക്കള് പറയുന്നു, അല്ലാ എന്റെ വാപ്പാനെ അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വാപ്പയുടെ നന്മ മുഴുവനും എത്തി എനിക്ക് തന്നിട്ട് എന്നെ വന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിടണേ അല്ലാ. നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ, 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, നിന്റെ പൊന്നുമക്കൾ അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ ഈ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്നു അല്ലാ, സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ, താങ്ങാൻ കഴിയുന്നില്ല അല്ലാ, എന്റെ ഉമ്മാനെ ഒന്നും മലത്തി കിടത്തി തരുവോ, എന്നെ നെഞ്ചത്ത് കിടത്തി ഉറക്കിയ എന്റെ പെറ്റുമ്മാനെ ഒന്നും മലത്തി കിടത്തി തരുവോ, അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് മലക്കുകളെ നാളെ മക്കൾ അല്ലാഹുവിനോട് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള്, പേടിക്കണ്ട പൊന്നുമോള്, നിന്റെ വാപ്പ മറന്നാല്, നിന്റെ ഉമ്മ മറന്നാല്, നിന്റെ ഭർത്താവ് മറന്നാല്, നിന്റെ മക്കള് മറന്നാല്, നിന്റെ കൂടപ്പിറപ്പ് മറന്നാല്, നിന്റെ കൂട്ടുകാര് മറന്നാല്, ഇസ്രാഫീൽ എന്ന മലക്ക് പറയുകയാ, അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും പുറത്ത് ആ മനുഷ്യന് സ്വർഗം കൊടുക്കാതെ ഞാൻ തല ഉയർത്തില്ല അല്ലാ എന്ന് പടച്ചവന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലത്തിലൂടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കടന്നുപോകുന്ന ഒന്നാമത്തെ വിഭാഗം എല്ലാ ദിവസവും 10 സ്വലാത്ത് പറയുന്നവനാ. അള്ളാഹു ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതലൊരു 10 സ്വലാത്ത് പറഞ്ഞൂടെ? നിയത്ത് ചെയ്യുന്നവരെ കൈവക്കിക്ക്. ഇന്ന് മുതൽ മരിക്കുവോളാം, അതിന് ഒതു വേണോ ശുദ്ധി വേണോന്നൊന്നും ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സലാത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ
നബിദിനം വരുമ്പോൾ മാത്രം പഴതും വെച്ച് കൊടിയും കിട്ടി പരിപാടികൾ നടത്തിയാൽ പോരാ, എപ്പോഴും വേണം അത്, എപ്പോഴും വേണം. ഇന്ന് രാത്രി ഒരു സലാത്ത് പറഞ്ഞാൽ, ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത, ഇന്ന് നീ സലാത്ത് പറഞ്ഞാൽ നേരിട്ട് റൗളയിലെത്തും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം സിറാത്ത് കടക്കുന്നവൻ സ്വലാത്ത് പറയുന്നവനാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.